ഹായ്, കുറച്ചാൾ മുമ്പ് ടി വിയിൽ ന്യൂസിലൊക്കെ ഒരു വാർത്തയാണ്. അതായത് ദയാബായി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അവരെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടൊരു വാർത്ത. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ബസ്സിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ആ ഒരു വ്യക്തിക്ക് പ്രേരണയായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഉള്ളിൽ കിടന്നിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അതായത് അവരെ നോക്കുമ്പോഴേക്കും പ്രായമായൊരു സ്ത്രീയാണ്, അവരുടെ വസ്ത്രധാരണം എല്ലാം നോക്കിയാൽ വളരെ സാധാരണയിലും ഏറ്റവും സാധാരണ തരത്തിലുള്ള വസ്ത്രധാരണമാണ്. അപ്പോൾ ഇവർക്ക് തിരിച്ച് പ്രതികരിക്കാനൊന്നും ഒരു ശേഷി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവർക്കൊരു വോയിസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് കരുതിക്കൊണ്ട് തന്നെ ആയിരിക്കും അത്തരത്തിലുള്ളൊരു മോശമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വളരെ റെസ്പെക്റ്റ് അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ. കാരണം അവരുടെ ജീവിതത്തിൽ നോക്കിയാൽ അവരുടെ സമയവും അവരുടെ ജീവിതവും പാവപ്പെട്ട, അതായത് ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടി അതായത് വോയിസ് ഫോർ ദ വോയിസ്ലെസ്, അതായത് ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കാനും അതേപോലെയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ചിലവഴിച്ചിരിക്കുന്നത്. അവർ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ബാച്ചിലേഴ്സ് ഇൻ ബയോളജി, അതേപോലെ തന്നെ MSW, അതേപോലെ LLB ഒക്കെ എടുത്തിട്ടുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും, അതേപോലെ തന്നെ അവർ നേടിയെടുത്തിരിക്കുന്ന അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ കഴിവുകളും എല്ലാം സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആളുകൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാവുന്നത്. കാരണം എക്സ്റ്റേണൽ അപ്പിയറൻസിലൂടെയാണോ ഒരാളെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ അയാൾ എന്താണെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ ഒരാളെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. കാരണം സൈക്കോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ദ തോട്ട്സ്, ബിലീവ്സ് ആൻഡ് ദ വാല്യൂസ് എ പേഴ്സൺ ഹോൾഡ്. ഒരാളുടെ ചിന്തകൾ, അയാൾ മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസങ്ങൾ, അയാൾ ജീവിക്കുന്ന അയാളുടെ മൂല്യങ്ങൾ, ഇതിൽ നിന്നാണ് ഒരാളുടെ പേഴ്സണാലിറ്റി സൈക്കോളജി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആഴത്തിൽ ആളുകളെ മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിക്കാതെ വരുമ്പോഴാണ് പുറമേ നിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ അപ്പിയറൻസ് നിന്നുകൊണ്ട് തന്നെ ആളുകളെ ജഡ്ജ് ചെയ്യുന്നത്.